സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിൽ പങ്കെടുക്കാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ ക്ഷണിച്ച് മന്ത്രി മുഹമ്മദ് റിയാസും വി ശിവൻകുട്ടിയും രാജ്ഭവനിലെത്തിയാണ് ഗവർണറെ സമാപന സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചത്. ഗവർണറെ വാരാഘോഷത്തിന് ക്ഷണിച്ചിട്ടില്ല എന്നുള്ള വിവാദങ്ങൾക്കിടയിലാണ് മന്ത്രിമാർ ഇന്ന് രാജ്ഭവനിൽ എത്തുന്നത്. സർക്കാരിന്റെ ഓണക്കോടിയും ഗവർണർക്ക് സമ്മാനിച്ചു. നാളെയാണ് ഓണം വാരാഘോഷത്തിന് തുടക്കമാകുന്നത്. സമാപന ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് ഗവർണർ നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എന്താണ് നിലവിലെ സാഹചര്യം? ഒരുപക്ഷെ നാളെ വീണ്ടും മുഖ്യമന്ത്രിയും ഗവർണറും ഒരു വേദിയിൽ ഒരുമിക്കുമെന്നുള്ളൊരു കാര്യം കൂടിയല്ലേ ഉള്ളത്? തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏറെ വിവാദങ്ങൾ. ആ വിവാദങ്ങൾക്കൊടുപ്പിൽ ഒരു ശാന്തം സന്തോഷമൊക്കെ നിറഞ്ഞൊരു മണിക്കൂറിലൂടെയാണ് തലസ്ഥാനം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് മന്ത്രിമാരായ മുഹമ്മദ് റിയാസും വി ശിവൻകുട്ടിയും രാജ്ഭവനിലേക്ക് എത്തിയത്. ഏറെ വിവാദങ്ങൾ, ഒപ്പം തന്നെ ഈ ഭാരതാംബ വിഷയത്തിലടക്കമുള്ള വിവാദത്തിൽ ഇറങ്ങിപ്പോയതിനു ശേഷം വി ശിവൻകുട്ടി വീണ്ടും രാജ്ഭവനിലേക്ക് എത്തി എന്നൊരു പ്രത്യേകത കൂടി ഇന്നത്തെ ആ യാത്രയ്ക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഔദ്യോഗികമായി ഓണം വാരാഘോഷ ചടങ്ങുകൾക്ക് ഗവർണറെ ക്ഷണിച്ചിരിക്കുകയാണ്. ഗവർണർ എത്തുമെന്നുള്ള അറിയിപ്പ് രാജ്ഭവൻ നേരത്തെ തന്നെ നൽകിയിരുന്നു. നാളെയാണ് ഔദ്യോഗികമായി ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വാരാഘോഷ ചടങ്ങുകൾക്കാണ് നാളെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരത്തെ ഈ കനകക്കുന്നിലാണ് ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വൈകിട്ട് 6 മണിയോടുകൂടി തിരുവനന്തപുരത്തെ ഈ കനകക്കുന്നിലുള്ള നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഔദ്യോഗികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. നടന്മാരായ ബേസിൽ ജോസഫ്, ഒപ്പം തന്നെ തമിഴ് സിനിമാ ലോകത്ത് നിന്നുകൊണ്ട് ഉള്ള ചില അതിഥികൾ കൂടി നാളെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ നടൻ രവി മോഹൻ, ജെം രവി എന്ന് പറയുന്ന രവി മോഹൻ കൂടി നാളെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകാൻ എത്തുന്നുണ്ട്. കൂടാതെ തന്നെ വളരെ വിപുലമായ ആഘോഷ ചടങ്ങുകൾക്ക് കൂടിയാണ് നാളെ തുടക്കമാകാൻ പോകുന്നത്. 33 വേദികളിലായി ഏകദേശം 1000-ലധികം വരുന്ന കലാകാരന്മാരാണ് വരുന്ന 7 ദിവസങ്ങളിൽ ഇവിടെ ആഘോഷത്തിന്റെയും വർണ്ണത്തിന്റെയും വിസ്മയത്തിന്റെയും ഒക്കെ മാസ്മരികമായിട്ടുള്ള കാഴ്ചകൾ ജനങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള തിരക്കുകൾ തിരുവനന്തപുരത്ത് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി മുൻനിർത്തിക്കൊണ്ട് വളരെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പരിശോധനകൾ, ഗതാഗത നിയന്ത്രണങ്ങൾ അടക്കം തിരുവനന്തപുരം നഗരത്തിൽ നാളെ മുതൽ തന്നെ ഉണ്ടാകും. ഇപ്പോൾ നിൽക്കുന്ന കനകക്കുന്നിലെ കാഴ്ചകളെ പറ്റി പറയുകയാണെങ്കിൽ ഓണാഘോഷങ്ങൾ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് പറയുകയാണെങ്കിൽ കനകക്കുന്നിൽ നിന്ന് തന്നെയാണ്. കനകക്കുന്നിൽ എനിക്ക് പിന്നിലായി ഊഞ്ഞാലുകൾ കാണാം, ആളുകളെ കാണാം, ലൈറ്റ് ഉണ്ട്. വലിയ രീതിയിലുള്ള വർണ്ണ കാഴ്ചകളൊക്കെ ഒരുക്കിയാണ് കനകക്കുന്നിലെ ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അതിന്റെ നാളെ നടക്കുന്ന പരിപാടിയുടെ ഓഡിയോ ചെക്കിങ്ങും മറ്റുമുള്ള നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. വിവിധ ഓർക്കസ്ട്രകൾ, വിവിധ ബാൻഡുകളുടെ ഒക്കെ പരിപാടികൾ ഈ വരുന്ന ഈ 7 ദിവസങ്ങളിൽ ഈ ഓണക്കാലത്ത് ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാഴ്ച വിശേഷം എന്നുള്ളത് ഈ ഓണാഘോഷം തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്ന കനകക്കുന്ന് മുതൽ പാളയം ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിന് സമീപത്ത് കൂടി നേരെ ഈസ്റ്റ് ഫോർട്ട് വരെയുള്ള മേഖലകളിൽ ഈ വർണ്ണ ലൈറ്റുകൾ കൊണ്ട് നിറയുന്നൊരു കാഴ്ചയുണ്ട്. ഇത്തവണയും വളരെ സ്പെഷ്യലായിട്ടുള്ള ലൈറ്റുകളും വർണ്ണങ്ങളും ഒക്കെയാണ് സാംസ്കാരിക വകുപ്പും സംസ്ഥാന സർക്കാരും ഒരുക്കിയിട്ടുള്ളത് ആളുകൾക്ക്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു ഡ്രോൺ ഷോയാണ്. വരുന്ന 5, 6, 7 തീയതികളിൽ ആദ്യമായിട്ട് ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി തലസ്ഥാന ജില്ലയിൽ ഈ ഡ്രോൺ ഷോ നടത്താൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. വിവിധ നിറങ്ങളിൽ വൈവിധ്യമാർന്ന രീതികളിൽ തിരുവനന്തപുരത്തിൻ്റെ തനിമ വിളിച്ചോതുന്ന തരത്തിലുള്ള ഡ്രോൺ ഷോകളാണ് നടത്താൻ പോകുന്നത്. അത് സെൻട്രൽ സ്റ്റേഡിയത്തിലും ഒപ്പം തന്നെ ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിലുമായിരിക്കും പ്രധാനമായും നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ സംസ്ഥാനത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ ആയി ആയിരക്കണക്കിന് ആളുകൾ ഈ വരുന്ന 7 ദിവസങ്ങളിൽ തിരുവനന്തപുരത്തേക്ക് ഒഴുകി എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന. 9-ാം തീയതിയാണ് ഈ വാരാഘോഷ ചടങ്ങുകൾക്ക് സമാപനം കുറിക്കാൻ പോകുന്നത്. അന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രമായ മാനവീയം വീഥി മുതൽ കിഴക്കേക്കോട്ട വരെ, പുത്തരിക്കണ്ടം മൈതാനം വരെ നീണ്ടു നിൽക്കുന്നൊരു സാംസ്കാരിക ഘോഷയാത്രയുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അടക്കം ഒരുക്കിയിട്ടുള്ള ഫ്ലോട്ടുകളും മറ്റ് വർണ്ണ കാഴ്ചകളും ചെണ്ടമേളങ്ങളും വാദ്യമേളങ്ങളും കഥകളിയും നാടൻ കലാരൂപങ്ങളും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അതിൻ്റെ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളൊക്കെ ഒരു ഭാഗത്ത് സർക്കാർ തലത്തിൽ നടക്കുകയാണ്. ആ വാരാഘോഷത്തിൻ്റെ ഔദ്യോഗിക ഫ്ലാഗ് ഓഫ് ചടങ്ങുകളാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നില്ല. ഒപ്പം തന്നെ വി ശിവൻകുട്ടിയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്, ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് എന്നുള്ള വിവാദങ്ങൾ ഒരു ഭാഗത്തുണ്ടായിരുന്നു. എന്തായാലും ആ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങിയിരിക്കുകയാണ്. ഇന്ന് മന്ത്രിമാരായ മുഹമ്മദ് റിയാസും വി ശിവൻകുട്ടിയും രാജ്ഭവനിലെത്തി ഓണക്കോടിയൊക്കെ നൽകി അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതോടുകൂടി ആ വിവാദങ്ങൾ അടയുന്നു. ഒപ്പം തന്നെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ നാളത്തെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നില്ല.
ഉണ്ടാകില്ല എന്നുള്ളതാണ്. നാളെ മുഖ്യമന്ത്രി മാത്രമാണ് ഉണ്ടാവുക. ഒപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ രവി മോഹനും ബേസിൽ ജോസഫും അടക്കമുള്ള ചലച്ചിത്ര താരങ്ങളുണ്ടാകും. കൂടാതെ തന്നെ ചില ഓർക്കസ്ട്രകളുടെ പ്രത്യേക കലാപരിപാടികൾ കൂടി നാളെ വൈകിട്ട് ഈ കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുകയും ചെയ്യും. അതോടുകൂടി ഉദ്ഘാടന ചടങ്ങ് അവസാനിക്കും. തുടർച്ചയായ ദിവസങ്ങളിൽ വലിയ പരിപാടികൾ തലസ്ഥാന നഗരത്തിൽ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും 9-ാം തീയതി സമാപന സമ്മേളനം നടക്കുക. അവിടെയാണ് ഗവർണർ എത്താൻ പോകുന്നത്. അവിടെ ഒരു പക്ഷേ VIP പവലിയനിൽ മുഖ്യമന്ത്രിയും ഗവർണറും ഒരേ വേദിയിൽ എത്തുകയും ചെയ്യും. നമുക്കറിയാം സർവകലാശാല വിഷയങ്ങളിലടക്കം ഉണ്ടാകുന്ന വിവാദങ്ങളും വിമർശനങ്ങളും സർക്കാർ നിലപാടുകൾക്ക് എതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഗവർണറുടെ തീരുമാനങ്ങൾ ഇതൊക്കെ സംഗമിക്കുന്ന ആ ഒരു തർക്കങ്ങളൊക്കെ അയഞ്ഞ് ഒരു തണുപ്പൻ രീതിയിലേക്ക് ആ ഒരു ശീതയുദ്ധം അവസാനിക്കുന്ന വേദി കൂടിയായി ഒരു പക്ഷേ ഈ ഒരു ആഘോഷ ചടങ്ങുകളുടെ സമാപന വേദി മാറുമെന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിന് സമീപത്തും ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്തുമാണ് VIP പവലിയൻ ഒരുക്കുന്നത്. അതിൽ ഒരു പവലിയനിൽ മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളോടൊപ്പം ഉണ്ടാകും. കൂടാതെ തന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഉണ്ടാകും. എന്തായാലും അവരൊരു വേദിയിൽ വീണ്ടും എത്തുന്നു എന്നൊരു സവിശേഷത കൂടി ഈ ഓണക്കാലത്ത് ഈ ഓണാഘോഷങ്ങളുടെ വാരാഘോഷത്തിൻ്റെ സമാപന ദിവസമുണ്ട്. എന്തായാലും ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നാളെ ഔദ്യോഗിക തുടക്കം തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. ആ ഒരു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ നടൻ രവി മോഹനും ബേസിൽ ജോസഫും ഈ വേദിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. മുഖ്യ അതിഥികൾ കൂടി എത്തുന്നതോടുകൂടി തലസ്ഥാന നഗരം പൂർണ്ണമായും ഓണം വൈബിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വിഷ്ണു. ശരി, ശാലിനിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.